ഹാപ്പി വെൽക്കം ടു SJS ദ സ്പ്ലെൻഡിഡ് ജോൺ റിവേഴ്സ് സിംഫണി. കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഞാൻ എൻ്റെ ഒരു ലൈഫ് സ്റ്റോറി ഏകദേശം ഇവിടെ പറയുകയുണ്ടായി. ഞാനൊരു എഞ്ചിനീയറിംഗ് ഫീൽഡിലായിരുന്നു പഠിച്ചിരുന്നതെന്നും അതിനുശേഷമാണ് ഞാനൊരു HR റിലേറ്റഡ് കാര്യങ്ങളിലേക്ക് എത്തിപ്പെട്ടതുമെന്നൊക്കെ. നമ്മുടെ ജീവിതത്തിന് ഗുണകരമായ പല കാര്യങ്ങളും ഈ ലോകത്തിൽ ഉണ്ട് എന്നുള്ള ഒരു സത്യം നമുക്ക് അറിയില്ല എന്നുള്ള ഒരു അറിവ് നമുക്കില്ലാത്തത് വളരെ ദയനീയമായൊരു കാര്യമാണ്. മനസ്സിൻ്റെ ശക്തി കൊണ്ടും ചിന്തകളുടെ ശക്തി കൊണ്ടുമൊക്കെ നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്താൻ സാധിക്കുമെന്ന് എന്നത് എനിക്കൊരു പുതിയ തിരിച്ചറിവായിരുന്നു. അതുവരെ ഒരിക്കലും നമ്മുടെ ലൈഫിൽ വരുന്ന കാര്യങ്ങൾ നാം ഹാർഡ് വർക്ക് ചെയ്ത് നേടിയെടുക്കുകയും നമ്മുടെ ഒരു വിൽ പവർ കൊണ്ട് നേടുക എന്നൊക്കെയായിരുന്നു ഞാൻ ചിന്തിച്ചിരുന്നത്. എന്നാൽ അതല്ല, ഈ ഹാർഡ് വർക്കും വിൽ പവറും ഡെഡിക്കേഷനും ഒക്കെ നമുക്ക് ആവശ്യമാണ്. എന്നിരുന്നാലും ആ കൂടെ നമ്മുടെ മനസ്സിൻ്റെയും ചിന്തകളുടെയും ശക്തിക്ക് നമ്മുടെ ജീവിതത്തിൽ വലിയ പങ്കുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കിയത് വളരെ വൈകിയാണ്. 2010 ഒരു ട്രെയിനിങ് പ്രോഗ്രാമിൽ വെച്ചാണ് ഞാൻ ഇതിനെക്കുറിച്ചുള്ള അറിവ് നേടുന്നത്. ആ ട്രെയിനിങ് പ്രോഗ്രാമിലേക്ക് എത്തിപ്പെട്ടതും 2009 കേരളത്തിൽ തിരിച്ചു വന്നതിന് ശേഷം JCI ഇന്ത്യ വിദേശം ഇൻ്റർനാഷണൽ എന്ന ഒരു സംഘടനയിൽ ചേരുവാനും അതിൽ വഴി പരിചയപ്പെട്ട ചില ഗുരുക്കന്മാരുടെ പ്രോഗ്രാമിൽ പങ്കെടുക്കാനുമുള്ള ഭാഗ്യമുണ്ടായിട്ടുണ്ട്. അങ്ങനെ 2010 ശേഷം ആ ഒരു 4 ദിവസത്തെ മാൻകാസിംഗ് എന്ന ട്രെയിനിങ് പ്രോഗ്രാമിന് ശേഷം ഇങ്ങനെയുള്ള ഒട്ടേറെ ട്രെയിനിങ് പ്രോഗ്രാമുകൾ കൂടുവാനും അതിൻ്റെ ഓർഗനൈസിങ്ങിൻ്റെ ഭാഗമാകുവാനും ഒക്കെ സാധിച്ചിട്ടുണ്ട്. അങ്ങനെ ആ ഒരു അറിവ് ഉണ്ടായതിൽ പിന്നെ ഇങ്ങോട്ട് ലൈഫിലുണ്ടാകുന്ന ഓരോ പ്രശ്നങ്ങളെയും നേരിടാൻ മനസ്സിൻ്റെ ശക്തി ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കാറുണ്ട്. അത് എല്ലായ്പ്പോഴും നമുക്ക് വിജയകരമായി വരാറില്ല. എന്നാലും നമ്മുടെ ലൈഫിലുണ്ടാകുന്ന മിക്കവാറും പ്രശ്നങ്ങളും നമ്മുടെ ഓരോ ഗോളുകളും ഒക്കെ നമുക്ക് നേടാൻ ഈ മനസ്സിൻ്റെ ശക്തി ഉപയോഗിച്ച് എനിക്ക് സാധിച്ചിട്ടുണ്ട്. നമ്മുടെ ആഗ്രഹങ്ങൾ എല്ലാം നമുക്ക് സാധിച്ചിട്ടില്ല എങ്കിലും മിക്കവാറുമൊക്കെയുള്ള നമ്മുടെ ആഗ്രഹങ്ങളെ നമുക്ക് ഇങ്ങനെയുള്ള ചിന്തകൾ കൊണ്ടും മനസ്സിൻ്റെ ശക്തി കൊണ്ടുമൊക്കെ പൂർത്തീകരിക്കാനും കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ലൈഫിൽ നമ്മുടെ മനസ്സിൻ്റെ ശക്തിയും ചിന്തകളുടെ ശക്തിയും ഒക്കെ ഉപയോഗിച്ച് നമുക്ക് മുന്നേറാനായി നമ്മെ സഹായിക്കുന്ന ഒട്ടേറെ കാര്യങ്ങളുണ്ടെന്ന് എനിക്ക് മനസ്സിലായത് ഈ കാലയളവിലാണ്. നമുക്ക് ജേർണലിംഗ് നമുക്ക് ഉപയോഗിക്കാം. അതുപോലെ തന്നെ നമുക്ക് അഫോർമേഷൻസ് എഴുതി പ്രാക്ടീസ് ചെയ്യാം. നമ്മുടെ ഗോളുകളെ നമുക്ക് വിഷ്വലൈസ് ചെയ്യാം. നമുക്ക് വരുന്ന നെഗറ്റീവായ ഇമോഷൻസിനെ നമുക്ക് ലെറ്റിൻഗോയിൽ കൂടി നമുക്കതിനെ ഇല്ലാതാക്കാം. ഇങ്ങനെയുള്ള ഒട്ടേറെ ടേംസും സിസ്റ്റംസും ഒക്കെ എനിക്ക് പരിചയപ്പെടാനായിട്ട് സാധിച്ചു. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ലോകത്തിലുണ്ട് എന്നുള്ളത് തന്നെ എനിക്കൊരു പുതിയ അറിവായിരുന്നു. ഇങ്ങനെയുള്ള ഒട്ടേറെ ടെക്നിക്കുകളും മെത്തേഡ്സുകളും ഒക്കെ നമുക്ക് ഉപയോഗിച്ച് നമ്മുടെ ലൈഫിനെ നമുക്ക് കുറേ കൂടി ഈസിയാക്കാൻ മാറ്റാമെന്നുള്ളൊരു അറിവ് ഒട്ടുമിക്ക ആളുകളിലും ഇല്ല. ഇങ്ങനെയുള്ള ഒരറിവ് എല്ലാവരിലേക്കും എത്തിക്കുക എന്നുള്ളത് എൻ്റെ ഒരു ലൈഫ് പർപ്പസായിട്ട് ഞാൻ കാണുന്നു. എനിക്ക് ഈ ഒരു അറിവ് കിട്ടിയതിന് ശേഷം എൻ്റെ ജീവിതത്തിൽ വന്ന മാറ്റങ്ങൾ അത് പെട്ടെന്നൊരു പുറത്തുനിന്ന് നോക്കുന്ന ഒരാൾക്ക് അത് പെട്ടെന്ന് കാണാൻ സാധിക്കുകയില്ല. പക്ഷേ എനിക്കറിയാം ഒരു കുറേ കാലം മുമ്പുള്ള ഞാൻ എന്തായിരുന്നുവെന്നും ഇന്നത്തെ ഞാൻ എന്തായിരുന്നുവെന്നും. എന്നാലും എനിക്കൊരു ഡ്രാസ്റ്റിക്കായിട്ടുള്ള മാറ്റം ഉണ്ടാകാത്തത് ഈ ഒരു ടെക്നിക്കുകളുടെ ഒരു പോരായ്മയല്ല. അധികം കൃത്യമായി പ്രാക്ടീസ് ചെയ്യാത്തതും അതിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യാത്തത് കൊണ്ട് മാത്രമാണ്. അപ്പോൾ ഇനി അങ്ങോട്ട് ഞാൻ വിചാരിക്കുന്നത് ഇങ്ങനെ ലൈഫിനെ മാറ്റാൻ സഹായിക്കുന്ന ഈ ടെക്നിക്കുകളും ഈ മെത്തേഡുകളും ഒക്കെ സിസ്റ്റമാറ്റിക്കായി ലൈഫിൽ അപ്ലൈ ചെയ്യുവാനും അങ്ങനെ എൻ്റെ ലൈഫ് കുറേ കൂടി മെച്ചമാക്കി മാറ്റുവാനും ആണ് ഞാൻ വിചാരിക്കുന്നത്. ഇങ്ങനെ ഞാൻ അപ്ലൈ ചെയ്യുന്ന ഞാൻ ലൈഫിൽ പ്രാവർത്തികമാക്കുന്ന ടെക്നിക്കുകൾ അതാത് സമയത്ത് നമ്മുടെ ഈ ഗ്രൂപ്പിൽ ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും. ഞാൻ ഈ കാലയളവിൽ പഠിച്ച രണ്ടാമത്തെ ഒരു മെത്തേഡ് അല്ലെങ്കിൽ രീതിയാണ്, നമുക്കൊരു പ്രോബ്ലം ഉണ്ടാകുമ്പോൾ ആ പ്രോബ്ലത്തിലേക്ക് കൂടുതൽ ശ്രദ്ധിക്കാതെ അതിനെന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുക എന്നതിലേക്ക് മാത്രം ശ്രദ്ധിക്കുക. ആ പ്രോബ്ലത്തിൽ നമുക്ക് മാറ്റാൻ സാധിക്കില്ല. അതേസമയം ആ പ്രോബ്ലത്തിന് വേറൊരു മറുവശം ഉണ്ടായിരിക്കാം. അതിനെ നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുക. ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മളൊരു മുറിയിൽ ഇരുട്ടുണ്ട്, അത് നമ്മുടെ ഒരു പ്രോബ്ലമാണ്. നമ്മൾ ആ ഇരുട്ടിനെ മാറ്റാനായിട്ട് നമുക്ക് ആകെ ചെയ്യാൻ പറ്റുന്നത് ഒരു പ്രകാശം അങ്ങോട്ട് കൊണ്ടുവരിക എന്നുള്ളതാണ്. അല്ലാതെ നമുക്ക് ഇരുട്ടിനെ അവിടെ തള്ളി മാറ്റാൻ സാധിക്കില്ല. ഇതേപോലെ നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് നാം പുതിയ സൊല്യൂഷനുകൾ കണ്ടെത്തി ആ പ്രശ്നങ്ങളെ നമുക്ക് മറികടക്കാൻ സാധിക്കും. പിന്നെ ഞാൻ ഈ ഒരു കാലയളവ് ജീവിതത്തിൽ പഠിച്ച ഒരു പുതിയ ടെക്നിക്കാണ്. ടെക്നിക്കല്ല, നമ്മളെല്ലാവരും പ്രാവർത്തികമാക്കുന്ന എല്ലാവർക്കും വേണ്ട ഒരു കാര്യമാണ്. നമുക്ക് ഒട്ടേറെ സുഹൃത്തുക്കൾ ഉണ്ടായിരിക്കുക എന്നത് നമ്മുടെ ലൈഫിൽ നമുക്കുണ്ടാകുന്ന പ്രശ്നങ്ങളായിക്കോട്ടെ സങ്കടങ്ങളായിക്കോട്ടെ ഇത് നമുക്ക് ഷെയർ ചെയ്യാനും നമ്മൾ സപ്പോർട്ട് ചെയ്യാനുമുള്ള സുഹൃത്തുക്കൾ നമ്മുടെ ഇടയിൽ ഉണ്ടായിരിക്കണം. എനിക്ക് നേരത്തെ അറിവില്ലായിരുന്നു, പിന്നീട് അറിഞ്ഞതുമായ ഒരു കാര്യമാണ് നമ്മുടെ ജീവിതത്തിലെ പാസ്റ്റ് ഇൻസിഡൻസുകൾ, നമ്മുടെ കുട്ടിക്കാലത്തുണ്ടാകുന്ന പ്രശ്നങ്ങൾ, അന്ന് നമ്മൾ അനുഭവിച്ച വേദനകൾ, അതെല്ലാം പിന്നീട് നമ്മുടെ ജീവിതത്തെ വളരെ നെഗറ്റീവായി ബാധിക്കാൻ സാധ്യതയുണ്ട്. നമ്മൾ അതിൽ നിന്നെല്ലാം ഒരു മോചനം നേടിയെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ ജീവിതം ഭംഗിയായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. അതിനുവേണ്ട ഒട്ടേറെ ടെക്നിക്കുകൾ നമ്മുടെ ഈ ഒരു സമയത്ത് അവൈലബിൾ ആണ്. അതിൽ നമുക്ക് പറ്റിയ ടെക്നിക്കുകൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രാവർത്തികമാക്കി അത് പ്രാക്ടീസ് ചെയ്ത് നമ്മുടെ പാസ്റ്റ് ട്രോമകളും പാസ്റ്റ് മെമ്മറികളും ഒക്കെ നമ്മൾ മാറ്റി ഒരു ഹീൽഡ് ആയിട്ടുള്ള അവസ്ഥ നമ്മൾ ഉണ്ടാക്കിയെടുക്കുമ്പോൾ സ്വാഭാവികമായി നമ്മുടെ ജീവിതം സന്തോഷകരമായി മുന്നോട്ട് നീങ്ങും. നമ്മുടെ ജീവിതത്തിൽ നാം മുന്നോട്ട് വരാൻ നമ്മെ തടയുന്ന
പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പ്രോക്രാസ്റ്റിനേഷൻ. നാം ഒരു കാര്യം ചെയ്യാൻ ആഗ്രഹിക്കും, എന്നാൽ നമുക്ക് സമയം ചെയ്യാൻ സാധിക്കാതെ വരികയും നമ്മൾ അങ്ങനെ പിന്നേക്ക് മാറ്റി മാറ്റി വെക്കുന്നു. ഇത് നമ്മുടെ ഒരു മടി കൊണ്ട് മാത്രമായിരിക്കണമെന്നില്ല. നമ്മുടെ പാസ്റ്റ് ലൈഫിലുണ്ടായിട്ടുള്ള ചില ട്രോമകളോ ചില ഇൻസിഡൻസോ ഒക്കെ നമ്മുടെ ബ്രെയിനിൽ ഒരു പേടിയായി മാറിയിട്ടുണ്ടാകും. ആ ഒരു പേടി ഉള്ളിൽ കിടക്കുന്നത് കൊണ്ട് തന്നെ പുതിയ ഒരു കാര്യം ചെയ്യുമ്പോൾ അതിലേക്ക് കൂടുതൽ എഫർട്ട് ഇടാനായിട്ട് ബ്രെയിൻ നമ്മളെ എപ്പോഴും തടഞ്ഞു വെക്കുന്നു. നമ്മുടെ ബ്രെയിൻ എപ്പോഴും നമ്മളെ ഒരു സേഫായ ഒരു അവസ്ഥയിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു കാര്യം ചെയ്യുമ്പോൾ നമുക്കുണ്ടാകുന്ന സ്ട്രെയിനും സ്ട്രെസ്സും നമ്മളിലേക്ക് എത്താൻ നമ്മളെ സ്വാഭാവികമായും സംരക്ഷിക്കുന്ന ഒരു സ്വഭാവമാണ് ശരിക്കും ഈ പ്രോക്രാസ്റ്റിനേഷൻ. ഇത് നമുക്ക് ഓരോ മെത്തേഡുകളിൽ കൂടി മാറ്റാമെന്നുള്ള ഒരു അറിവ് എനിക്ക് ഈ പുതിയതായിട്ട് കിട്ടിയ ഒരു അറിവായിരുന്നു. പിന്നെ ഒരു സ്ത്രീ എന്ന നിലയിൽ നമ്മുടെ വീട്ടുജോലികൾ നമുക്ക് കൃത്യമായി ചെയ്യാൻ സാധിക്കാതെ വരികയും അത് സമയത്ത് ചെയ്യാൻ പറ്റാതെ വരികയും അങ്ങനെ ജോലി ചെയ്യുമ്പോൾ നമുക്ക് സ്ട്രെസ് ഉണ്ടാവുകയും ഒക്കെ ചെയ്യുന്നത് ഞാൻ ആദ്യം വിചാരിച്ചത് അത് എൻ്റെ ഒരു മടി കൊണ്ടോ എൻ്റെ ഒരു ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടോ അങ്ങനെയൊക്കെ ആയിരിക്കാമെന്ന്. എങ്കിൽ പിന്നീട് എനിക്കത് മനസ്സിലായി, അത് നമ്മുടെ ഒരു മടി മാത്രമല്ല, നമുക്കുണ്ടായിട്ടുള്ള ഏതെങ്കിലും ഒരു പാസ്റ്റ് മെമ്മറിയോ പാസ്റ്റ് ഇൻസിഡൻസോ നമ്മുടെ ലൈഫിൽ കുറേ കാലം നടന്നിട്ടുള്ള ഏതെങ്കിലുമൊക്കെ സ്ട്രെസ്സുകളോ ഒക്കെ ആണ് ഇതിൻ്റെ പുറകിലെ കാരണം. ഇതെല്ലാം നമുക്ക് ക്ലിയർ ആക്കി മാറ്റി നമ്മുടെ ജീവിതത്തെ ഭംഗിയായി മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ നമുക്ക് ഉണ്ടാകുന്ന ചില ക്ഷീണങ്ങൾ അസുഖങ്ങൾ ഒക്കെ അതിൻ്റെ ശരിയായ കാരണം കണ്ടുപിടിച്ച് അതിന് നിസ്സാരമായ ഒരു കാരണമായിരിക്കാം. നമുക്ക് ചിലപ്പോൾ ഏതെങ്കിലും വൈറ്റമിൻ്റെ അഭാവമായിരിക്കാം, ഏതെങ്കിലും മിനറൽസിൻ്റെ അഭാവമായിരിക്കാം, ഏതെങ്കിലും ഭക്ഷണത്തിൻ്റെ കുറവായിരിക്കാം. ഇങ്ങനെയുള്ള ഏതെങ്കിലും ഒരു പ്രശ്നമായിരിക്കും നമ്മുടെ ലൈഫിനെ വളരാൻ വേണ്ടി നമ്മളെ ബ്ലോക്ക് ചെയ്യുന്നത്. അതെല്ലാം കൃത്യമായി കണ്ടെത്താനുള്ള സൗകര്യങ്ങളും ടെക്നോളജികളും ഒക്കെ നിലവിലുണ്ട്. ഇങ്ങനെയുള്ള ഈ എല്ലാ സൗകര്യങ്ങളും നമുക്ക് ഉപയോഗിച്ച് നമുക്ക് നമ്മുടെ ലൈഫിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും.